നമസ്കാരം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാർ കയറ്റി കൊന്ന ശേഷം നിർത്താതെ പോയ അജ്മലിനെയും ശ്രീകുട്ടിയെയും നാട്ടുകാർ പിന്തുടർന്നെത്തിയാണ് പിടികൂടിയത്. പിടികൂടിയപ്പോഴും അജ്മൽ നാട്ടുകാർക്ക് നേരെ തിരിയുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ പ്രതികളെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അജ്മലിന്റെ വൈദ്യപരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. തനിക്ക് മർദ്ദനമേറ്റെന്ന് അജ്മൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടർന്നായിരുന്നു പോലീസ് നാട്ടുകാർക്കെതിരെ കേസെടുത്തത്. അജ്മലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെയാണ് കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം നടത്തും. ഇതിനിടെ അപകടം നടന്ന സമയത്ത് കാറിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെന്ന വിവരം പുറത്തുവരുന്നു. 13-ന് അവസാനിച്ച വാഹനത്തിന്റെ ഇൻഷുറൻസ് പോളിസി അപകടത്തിന് ശേഷമാണ് പുതുക്കിയത്. അപകടശേഷം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തുടർ പോളിസി ഓൺലൈൻ വഴി എടുത്തു. 16 മുതൽ 1 വർഷത്തേക്കാണ് പുതിയ പോളിസി. KL23Q9347 എന്ന ഹ്യുണ്ടായി ഇയോൺ കാറാണ് അജ്മൽ ഓടിച്ചിരുന്നത്. പ്രതി മുഹമ്മദ് അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലുള്ളതാണ് കാർ. കാർ ഉടമയെ വിളിച്ചു വരുത്തി വിശദമായി മൊഴിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതി അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടികൾ പിന്നീട് സ്വീകരിക്കുന്നതായിരിക്കും. ബൈക്കിൽ പിന്തുടർന്നെത്തിയ നാട്ടുകാർ കാർ വട്ടമിട്ട് തടഞ്ഞ് അജ്മലിനെയും ശ്രീകുട്ടിയെയും പുറത്തേക്ക് വലിച്ചിറക്കുകയായിരുന്നു. മർദ്ദനമേറ്റതോടെ അജ്മൽ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. പ്രാണരക്ഷാർത്ഥം ശ്രീകുട്ടിയും പിന്നാലെ ഓടുകയായിരുന്നു. അജ്മൽ രക്ഷപ്പെടാനായി വീട്ടിലേക്ക് ഓടിക്കയറിയ ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി വീട്ടുടമസ്ഥൻ പ്രദീപ് പറഞ്ഞു. തടഞ്ഞ ഭാര്യയും അമ്മയും അജ്മൽ തള്ളിമാറ്റി. കിടപ്പുമുറിയിൽ കയറി അട്ടഹസിച്ചു. വീടിന്റെ ശുചിമുറിയിൽ ഒളിക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ വളയാൻ ശ്രമിച്ചപ്പോൾ പിടിയിൽ നിന്ന് കടന്ന അജ്മൽ ഒരു വീടിന്റെ പിന്നിലൂടെ ഓടിപ്പോവുകയായിരുന്നുവെന്നും ഉടമ വിശദീകരിച്ചു. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ശ്രീകുട്ടി ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതി അജ്മൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും വലയിലാക്കുന്നത് പതിവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കായംകുളം MSM കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നിരുന്നെങ്കിലും അജ്മൽ ഇത് പൂർത്തിയാക്കിയിരുന്നില്ല. പിന്നീട് സിനിമാ മോഹവുമായി എറണാകുളത്തേക്ക് പോയി. മാസങ്ങളോളം അവിടെ ചുറ്റിയടിച്ച ശേഷം വാടകയ്ക്കെടുത്ത കാറുമായി മുങ്ങി. ചന്ദനമരം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി നോക്കിയിരുന്ന ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. അടുത്തിടെ വിദേശത്ത് നിന്നെത്തിയ ഇടക്കുളങ്ങരയിലെ സുഹൃത്തായ ശംഭുവിന്റെ വീട്ടിലെത്തി സംഭവ ദിവസം ഇരുവരും ഭക്ഷണം കഴിച്ചു. ശംഭുവിന്റെ കാറിൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകും വഴിയാണ് തിരുവോണ ദിവസം വൈകിട്ട് 5:47-ന് മൈനാഗപ്പള്ളി ആനൂർകാവിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരായ കുഞ്ഞുമോളെയും ഫാത്തിമയും ഇവർ ഇടിച്ചിട്ടത്. പ്രതികൾ മദ്യത്തിനൊപ്പം രാസലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് 2 പേരും ഉപയോഗിച്ചിരുന്നതായി സംശയം ഉയർന്നത്. സ്ഥിരീകരിക്കുന്നതിനായി മൂത്ര സാമ്പിളുകളും പരിശോധിക്കും. തങ്ങൾ മദ്യപിച്ചിരുന്നതായി ഇരുവരും പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ശ്രീകുട്ടിക്ക് ഗ്ലാസിൽ അജ്മൽ മദ്യമൊഴിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട്. സംഭവത്തിന് ശേഷം പ്രതികൾ 6 കിലോമീറ്റർ കാർ ഓടിച്ച് കരുനാഗപ്പള്ളിയിൽ നിർത്തിയപ്പോഴാണ് നാട്ടുകാർ വാഹനം വളയുന്നത്. അജ്മലിനെ പിടികൂടാൻ ശ്രമിക്കുന്ന നാട്ടുകാർ കാറിന്റെ ബമ്പർ ഇളക്കിയെടുത്ത് അജ്മലിനെ തല്ലാനൊങ്ങുന്നുണ്ട്. നാട്ടുകാർ തല്ലിയപ്പോൾ അജ്മൽ തിരിച്ചു തല്ലുന്നത് പുറത്തു വന്ന വീഡിയോയിലുണ്ട്. ഈ സമയത്താണ് ശ്രീകുട്ടി കാറിൽ നിന്നും ഇറങ്ങി ഓടുന്നത്. കാറിൽ നിന്ന് ഇറങ്ങി ഓടിയ 2 പേരും സമീപത്തെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത്. നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ. വീട്ടിലെ കാർ ഡ്രൈവറും കുതിര ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി 18-ാം വയസ്സിൽ ചെന്നൈയിലേക്ക് നാട് വിട്ടെന്ന അഭ്യൂഹമുള്ളതായി ചില നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നീട് തിരിച്ചെത്തിയ ശേഷം കോയമ്പത്തൂരിൽ പോയി MBBS പഠിച്ചു. ഇക്കാലത്തിനിടെ വിവാഹിതയായെങ്കിലും വേർപിരിഞ്ഞു. ഇതിനുശേഷമാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നത്.